കാല് നല്ല ബട്ടറി സോഫ്റ്റ് ആവാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഈ ഒരു പെഡിക്യൂർ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ. കുറച്ച് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഷാമ്പുവോ അല്ലെങ്കിൽ ബോഡി വാഷോ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ കാല് ഒരു 10 to 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു മിക്സിൽ നമ്മുടെ കാലൊന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് വേഗം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് കാലിലൊന്ന് പതുക്കെ തേച്ച് കൊടുക്കാം. നഖത്തിൻ്റെ സൈഡുകളിലും കാലിൻ്റെ ഹീൽസിൻ്റെ ഭാഗത്തും ഒക്കെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. കാലിലത്തെ തൊലി കുറച്ച് ഹാർഡായതിനാൽ നമുക്ക് ഇങ്ങനെ ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോഴാണ് കേട്ടോ നല്ലോണം ഒന്ന് ക്ലീൻ ആവുക. നഖത്തിൻ്റെ ഭാഗത്തും ഹീൽസിൻ്റെ ഭാഗത്തും നല്ലോണം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കതൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ കാലിന് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ ഹീൽസിൻ്റെ ഭാഗത്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ഡെഡ് സെൽസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ക്രാക്ക് പെട്ടെന്ന് വരുന്നത്. ഇനി കാലത്ത് നഖമൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. കാലത്ത് നഖം ട്രിം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കാലൊന്നും കൂടി ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാലിലെ നഖത്തിൻ്റെ ഇടയത്തെയൊക്കെ ഡേർട്ടൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. അതിന് ശേഷം ഇനി കാലിലിടാനൊരു സ്ക്രബ്ബ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. കുറച്ച് കാപ്പിപ്പൊടിയും അതിലേക്ക് കുറച്ച് ഷുഗറും ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്യുന്നത് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യാം കേട്ടോ. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ കാലിന് ഒരു സൂത്തനിങ് എഫക്റ്റ് കൊടുക്കാനാണ്. ഇത് മൂന്നും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കാലിൽ നല്ലോണം തേച്ച് കൊടുക്കാം. സർക്കുലർ മോഷനിൽ നല്ലോണം ഇതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണേ. കാലിൽ മൊത്തമായിട്ടും നമ്മുടെ ഹീൽസിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുമ്പോൾ കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഡെഡ് സെൽസ് ഒക്കെ ഈസിലി റിമൂവ് ചെയ്യാനും പറ്റും. അപ്പുറത്തെ കാലിൽ നമുക്ക് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. സ്ക്രബ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കതൊന്ന് കഴുകിയെടുക്കാം നമ്മുടെ കാലിനെ. എന്നിട്ട് നമുക്കതൊന്ന് ടവൽ ഡ്രൈ ചെയ്തെടുക്കാം. കാലൊന്ന് ബ്രൈറ്റ് ആവാനും ടാൻ റിമൂവ് ചെയ്യാനും പറ്റിയൊരു നല്ലൊരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാല് നല്ലോണം സോഫ്റ്റും ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാപ്പിപ്പൊടിയും അതിലേക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ആഡ് ചെയ്യാം. ഇത് മൂന്ന് മിക്സ് ആവാൻ അത്രയും നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ റോസ് വാട്ടറിന് പകരം സാധാ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. കടലപ്പൊടി നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. നാരങ്ങാനീര് അതേപോലെ തന്നെ അതിലുള്ള ആസിഡ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. റോസ് വാട്ടർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്തോ. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനൊക്കെ റോസ് വാട്ടർ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങാനീരിനോട് എന്തെങ്കിലും അലർജി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാലിൽ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 കാലിലും തേച്ച് കൊടുത്തിട്ട് ഡ്രൈ ആകുമ്പോൾ ഇതൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വാഷ് ചെയ്യാൻ. നമ്മുടെ കാല് നമ്മൾ ഒട്ടും കെയർ ചെയ്യാണ്ടാവുമ്പോഴാണ് കേട്ടോ നമുക്ക് കാലിൽ കൂടുതലായിട്ട് ഈ വിള്ളലും അതേപോലെ തന്നെ ഡ്രൈനെസ്സൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ടൈം കിട്ടുമ്പോൾ ഈ ഒരു പെഡിക്യൂർ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങളുടെ കാലിൽ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കുറേ പേരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും കുറച്ച് പേര് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ പാക്കൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ കാലിൽ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റും. കാലിൽ ഡെഡ് സെൽസൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. നല്ലോണം കാല് നല്ലോണം ബ്രൈറ്റനപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാസത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ പെഡിക്യൂർ ചെയ്യുന്നതിലൂടെ നമ്മുടെ കാലിന് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും. അതേപോലെ തന്നെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും എല്ലാത്തിനും പെഡിക്യൂർ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫീറ്റും നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.